കണ്ണനുണ്ണി. ഓങ്കാരൂപനായോരോ മനസ്സിലും ഓടിക്കളിക്കുന്നു കണ്ണനുണ്ണി. നാമസങ്കീർത്തന വേദിയിൽ നിത്യവും നാദം നിറയ്ക്കുന്ന ഉണ്മയുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മോഹിനി രൂപത്തിൽ ഓരോ മനസ്സിലും മോഹം നിറയ്ക്കുന്ന ഭംഗിയുണ്ണി. ഭക്തജനങ്ങളിൽ ഭാഗവതം പാടാൻ ഭക്തിയായിത്തീരുന്ന ഭക്തനുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗർവങ്ങളൊക്കെയും തീർക്കുവാനായിട്ടും ദ്രവ്യങ്ങൾ മോഷണം ചെയ്യുമുണ്ണി. പമ്പേറും പാപത്തിൽ കാട്ടാന കൂട്ടത്തെ വേഗത്തിലോടിക്കും സിംഹമുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തെങ്ങുന്ന ഭക്ത മനസ്സിനു കാവല ആരാട്ടുപാടും അമ്മയുണ്ണി. വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മനുജനും വാരിയെടുക്കുവാൻ തോന്നുമുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സുന്ദരിമാരൊത്തും കാളിന്തി തീരത്തും സുന്ദരമായി നൃത്തമാടുമുണ്ണി. ദേവജനങ്ങളും തുമ്പിട്ടു പൂജിക്കും ദേവാദിദേവനും എൻ്റെ ഉണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വാരിജനത്രയ രാധയ്ക്കു പ്രേമത്തെ വാരിക്കൊടുക്കുന്ന രൂപമുണ്ണി. എങ്കടിലാക്കിയ ഭാവം നിറയ്ക്കുന്ന പരിവര്യ പൂജി കണ്ണനുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധ്രുവൻ തന്റെ കുലത്തിങ്കൽ അംഗരാജപുത്രനായി ദുഷ്ടനായ വേനനെന്ന കുമാരനുണ്ടായി. മകൻ തന്റെ ദുഷ്ടതയ അനം നൊന്ത രാജശ്രേഷ്ഠൻ ഭഗവൻ പാദങ്ങൾ തേടി കാട്ടിലേക്കു പോയി. ദുഷ്ടനാണു വേനനെന്ന ശക്തനായതു കാരണം പൗരജനം രാജാവായി തിരഞ്ഞെടുത്തു. ശക്തിയാലഹങ്കരിച്ച ശാന്തിയാലഹങ്കരിച്ച വേനനോദൻ കയ്യൂക്കിന യാഗാദി കർമ്മങ്ങളെല്ലാം നിർത്തലാക്കിച്ചു. തന്റെ മുന്നിലെത്തിച്ചേർന്ന മഹർഷീശ്വരന്മാരോട് വേനൻ ചൊല്ലി താനാണല്ലോ ലോകനായകൻ. താപസ സമൂഹത്തിന്റെ ശാപത്തിയിൽ
ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരങ്ങൾ പലതാണ്. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം, കലാവതാരം, ഇങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ അവതരിക്കാറുണ്ട്. അതിൽ ശ്രീകൃഷ്ണാവതാരം പരിപൂർണാവതാരമാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഇവിടെ പൃഥുവായിട്ട് ഭഗവാൻ അവതരിച്ച രംഗമാണ് നമ്മളിപ്പോ നാരായണീയത്തിന്റെ പരിഭാഷയായിട്ട് ചൊല്ലി സമർപ്പിച്ചത്. നാരായണീയത്തിൽ പട്ടേരിപ്പാട് 10 ശ്ലോകങ്ങളിലൂടെയാണ് 10 അധ്യായങ്ങളിൽ പറഞ്ഞ കഥയെ വളരെ ചുരുക്കി പറഞ്ഞത്. ധ്രുവന്റെ കഥ പ്രചേതസ്സുകളുടെ സത്രയാഗത്തിൽ പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ആരാണ് പ്രചേതസ്സുകൾ എന്ന ചോദ്യം ഉണ്ടായത്. അപ്പോഴാണ് അങ്കൻ എന്ന രാജാവിന്റെ കഥ പറഞ്ഞത്. ധ്രുവന്റെ വംശത്തിൽപ്പെട്ട അംഗരാജാവ്, അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല. എന്നാൽ അദ്ദേഹത്തിന് മഹർഷിമാരെ യാഗം ചെയ്ത് ഒരു പായസം കൊടുത്തു. ആ പായസം അദ്ദേഹത്തിന്റെ പത്നിയായ സുനീത കഴിച്ചു. ഉണ്ടായ കുഞ്ഞ് മഹാദുഷ്ടനായിട്ട് തീർന്നു. വേനൻ എന്നാണ്, ദുഷ്ടൻ എന്ന അർത്ഥം വരുന്ന വേനൻ എന്ന വാക്കാണ് ആ രാജകുമാരൻ ഉണ്ടായിരുന്നത്. കുട്ടികൾ മുതൽ തലമൂത്ത ആളുകളെ വരെ പ്രായത്തിനനുസരിച്ച് തൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് ദ്രോഹിക്കാൻ തുടങ്ങി. അച്ഛനായ അങ്കൻ പല രീതിയിൽ നോക്കി. സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇങ്ങനെയാണ് ചതുരുപായങ്ങൾ പറയാം. ഇതുകൊണ്ടൊന്നും വേനനെ നിലക്ക് നിർത്താൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണല്ലോ, ഇങ്ങനെ ഒരു കുപുത്രൻ ഉണ്ടായത് അനുഗ്രഹമാണ് എന്ന് തോന്നണമെങ്കിൽ മനസ്സിന് അത്രയും ശക്തി വേണം. അചഞ്ചലമായ ഭക്തിയുള്ള ഒരു മനസ്സിനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വേദനിക്കുന്ന ആളുകളാണ്. അദ്ദേഹം ആലോചിച്ചു, സത്യത്തിൽ ഇത് ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ്. കാരണം ഇങ്ങനൊരു പുത്രൻ ഉണ്ടായതുകൊണ്ട് തനിക്ക് ജീവിതത്തോട് വിരക്തി വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോവാൻ ഇത് കാരണമായി എന്ന് കരുതി അദ്ദേഹം കാട്ടിലേക്ക് പോയി. രാജാവില്ലാതെയായി, അരാജകത്വം വന്നു. ഈ വേനനെ തന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തു. രാജാവായി കഴിഞ്ഞപ്പോൾ, അധികാരം കൂടി കയ്യിൽ വന്നപ്പോൾ വേനൻ മഹാദുഷ്ടനായി മാറി. കാരണം ഇപ്പോ തന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, താനാണ് എല്ലാവരെയും നിയന്ത്രിക്കേണ്ടത്. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരിക്ക് പകരം വേനൻ ഓം നമ വേനായ എന്ന പുതിയ പഞ്ചാക്ഷരിയൊക്കെ ഇറക്കിയിത്രേ. ന യഷ്ടവ്യം, ന ദാതവ്യം, ന ഹോതവ്യം, യജ്ഞം ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാൻ പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല, ധർമ്മം പാടില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ കൽപ്പന പുറപ്പെടുവിച്ചു. ലോകത്തിൽ ധർമ്മമില്ലാതെയായി, അധർമ്മപ്രധാനമായി മാറി ലോകം. മഹർഷിമാരെ അദ്ദേഹത്തെ ചെന്ന് ഗുണദോഷിച്ചു. അങ്ങ് ചെയ്യുന്നത് ശരിയല്ല, ധർമ്മോ രക്ഷതി രക്ഷിതഹാണ്. ധർമ്മം ആ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ രക്ഷിക്കും. അങ്ങ് അധർമ്മ തൽപരനായിട്ട് പ്രവർത്തിക്കുന്നു. ഈശ്വരനില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ വെറുതെ എവിടെയോ ഉള്ള ഈശ്വരനെ വിചാരിച്ചിരിക്കരുത്, ഞാനാണ് എല്ലാവരുടെയും ഈശ്വരൻ, സർവദേവതാസ്വരൂപനാണ് രാജാവ് എന്ന് പറഞ്ഞാൽ എന്നെ ആശ്രയിക്കും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ മഹർഷിമാർക്ക് ദേഷ്യം വന്നു. അവരുടെ ആ കോപാഗ്നിയിൽ, അവരുടെ ഒരു അമർത്തിയുള്ള ഒരു മൂളൽ എന്നാണ്, ഒരു ഹൂങ്കാര ശബ്ദത്തിൽ വേനൻ സിംഹാസനടക്കം മറഞ്ഞു വീണു, മരിച്ചു പോവുകയും ചെയ്തു. വേനന്റെ മൃതദേഹം അമ്മയായ സുനീത എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു. പുതിയ രാജാവില്ല. മഹർഷിമാർ വന്ന് ഈ വേനന്റെ ശരീരത്തെ മഥനം ചെയ്തു. മന്ത്രപൂർവ്വം മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും കൽമഷങ്ങൾ, പാപമൊക്കെ ചേർന്നിട്ടൊരു രൂപം ഉണ്ടായി. അതാണ് നിഷാദന്മാര് അല്ലെങ്കിൽ കാട്ടാളന്മാര് എന്ന് പറയുന്നു. കറുത്ത ദേഹം, അതേപോലെ ഉയരക്കുറവ്, ചുരുണ്ട മുടി, പതിഞ്ഞ മൂക്ക്, അങ്ങനെയൊക്കെ ആയിട്ടൊരു സ്വരൂപം. അവൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, നിഷീദ നിഷീദ എന്ന് പറഞ്ഞു, ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ നിഷാദന്മാരായി മാറി. തംതു ദേവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യ ബ്രുവം സ്ഥാത സ നിഷാദസ്തോ. അവരാണ് നിഷാദന്മാര്, കാട്ടാളന്മാരെന്ന് പറയുന്നത്. പിന്നീട് വീണ്ടും മഥനം ചെയ്തു. അഥ തസ്യ പുനർവിപ്രൈർ അപുത്രസ്യ മഹീപതേ. കുട്ടികളില്ലാത്ത രാജാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് വീണ്ടും മഥനം ചെയ്തപ്പോ ബാഹുഭ്യാം മധ്യമാനാഭ്യാം, കൈകൾ മഥനം ചെയ്തപ്പോ
അതിൽ നിന്ന് മിഥുനം സമബന്ധിത. മിഥുനം എന്ന് പറഞ്ഞാൽ ഒരാണും ഒരു പെണ്ണും ഉണ്ടായി എന്നാണ്. കൈ എന്തിന്റെ പ്രതീകമാണ്? ക്ഷത്രിയന്റെ പ്രതീകമാണ് കൈകൾ. മുഖം ബ്രാഹ്മണനാണ്, കൈകൾ ക്ഷത്രിയനാണ്, ഊരുക്കൾ വൈശ്യനാണ്, പാദം ശൂദ്രനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കൈകൾ മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി. വിദിത്വ ഭഗവത് കല പരമസന്തുഷ്ട. സ്ത്രീകൾക്ക് വലിയ സന്തോഷമായി. കാരണം ഇത് സാക്ഷാൽ വിഷ്ണുവും ലക്ഷ്മിയുമാണ് എന്ന് അവരുടെ ആ കലകളിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യണം. ഇപ്പൊ മഹർഷിമാരും സൂതന്മാരും മാഗധന്മാരും പല ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പൃഥു പറഞ്ഞു, എന്നെ നിങ്ങൾ ആരും സ്തുതിക്കരുത്. ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് എന്നെ അഭിനന്ദിക്കുകയാണെങ്കിൽ തിരക്കിടില്ല. ഞാനിപ്പോ ചക്രവർത്തിയായിട്ട് സ്ഥാനം ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും സ്തുതിക്കുന്നത് അത് കേട്ടിരിക്കുക എന്നുള്ളത് നിർലജ്ജന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ സ്തുതിക്കേണ്ട, നിങ്ങൾ എന്നെ ആശീർവദിക്കൂ എന്ന് പറഞ്ഞ് അവരിതാ അനുഗ്രഹ വർഷം ആ പൃഥുവിന് നൽകുന്നു. നിരവധി സമ്മാനങ്ങളാണ് പൃഥുവിന് അവിടെ ലഭിച്ചത് എന്ന് പറയുന്നു. കാരണം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കഴിവുകളെ പൃഥുവിന് നൽകി എന്നാണ് പറയുന്നത്. അവിടെ സാക്ഷാൽ ബ്രഹ്മാവ് ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം. ബ്രഹ്മാവ് വളരെ വിശേഷമായിട്ട് ഒരു പരീക്ഷ കൊടുത്തപ്പോൾ സരസ്വതി ദേവി ഒരു മാല കൊടുത്തു, ഭഗവാൻ സുദർശന ചക്ര തന്നെ കൊടുത്തു, രുദ്രൻ വളരെ വിശേഷമായിട്ടുള്ള വാള് കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും പ്രത്യേകിച്ച് അഷ്ടദിക്പാലകന്മാരെ അവരുടെ കഴിവുകളൊക്കെ ഈ പൃഥുവിന് ആകാശഗമനം തുടങ്ങിയ കഴിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൃഥുവിന് കിട്ടി. അങ്ങനെ പൃഥു ചക്രവർത്തിയായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പൃഥു ഈ ഭൂമി ഒന്നും നൽകണില്ല, ലോകത്തിന് തന്റെ പ്രജകൾക്കൊന്നും തിരിച്ചു കൊടുക്കണില്ല എന്ന് മനസ്സിലായപ്പോൾ ഭൂമിയെ, ആ ഗുരുരൂപം സ്വീകരിച്ച ഭൂമിയെ പിന്തുടർന്ന് ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ളത് മുഴുവൻ കറന്നെടുത്തു. ഭൂമി പശുവിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് ഓരോ വംശത്തിനും ആവശ്യമുള്ളത് അസുരന്മാര് പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കി, ദേവന്മാര് ദേവേന്ദ്രനെ, മനുഷ്യര് മനുവിനെ, അതേപോലെ ഓരോരുത്തരും അവരിൽ വംശപ്രധാനികളെ പശുക്കുട്ടികളാക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ കറന്നെടുത്തു. ഭൂമി എന്താ പറഞ്ഞത്? അങ്ങയുടെ പൂർവികനായിരിക്കുന്ന വേനന്റെ കാലത്ത് എന്നെ ദുരുപയോഗം ചെയ്തപ്പോഴാണ് ഈ ഐശ്വര്യം മുഴുവൻ ഞാൻ ഉള്ളിലേക്ക് പിടിച്ചു വെച്ചത്. അതൊക്കെ എന്നിലേക്ക് ലയിച്ചു ചേർന്നു, അതുകൊണ്ട് കറന്നെടുക്കൂ എന്ന് പറയുന്നു. അങ്ങനെ പൃഥുവിന്റെ ഗോദോഹനം എന്നുള്ള രംഗം പറഞ്ഞു. പിന്നീട് ഭൂമിയെ വേണ്ട പോലെ ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റിയതൊക്കെ പൃഥുവിന്റെ കാലത്താണെന്ന് പറയുന്നു. പർവ്വതങ്ങളൊക്കെ തന്റെ വില്ലുകൊണ്ട് തട്ടി നിരത്തി ആളുകൾക്ക് സമതല പ്രദേശങ്ങൾ കൃഷി ചെയ്യാനും അതേപോലെ വീട് വയ്ക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വേനന്റെ കാലത്ത് അന്യം നിന്നുപോയ യാഗാദി കർമ്മങ്ങൾ പൃഥു ആരംഭിച്ചു. അങ്ങനെ 99 യാഗങ്ങൾ കഴിഞ്ഞു. 100 യാഗം കഴിഞ്ഞാൽ ശതക്രതു എന്നൊരു പേര് ഇല്ലേ? സോമയാഗം നടത്തിയാൽ സോമയാജിപ്പാട്, അതിരാത്രം കഴിഞ്ഞാൽ അക്കിത്തിരിപ്പാട്. ഇവിടെ 100 അശ്വമേധയാഗങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിക്കുക ശതക്രതു. എന്താ ശതക്രതുവിന്റെ പ്രത്യേകത? ശതക്രതുവിന് ശക്രനെ പോലെ, ദേവേന്ദ്രനെ പോലെ സ്വർഗം ഭരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദേവേന്ദ്രൻ അസൂയായി, ഈ പൃഥുവിനാനും ദേവലോകത്തേക്ക് എത്തിയാലോ? അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ യാഗപശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. പൃഥുപുത്രൻ പോയി ദേവേന്ദ്രനെ തോൽപ്പിച്ച യാഗപശുവിനെ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ആ പൃഥുവിന്റെ പുത്രനെ വിജിതാശ്വൻ എന്ന് വിളിക്കാൻ തുടങ്ങി. വീണ്ടും ദേവേന്ദ്രൻ ഇതേ പ്രവൃത്തി തന്നെ ചെയ്തപ്പോൾ പൃഥു പറഞ്ഞു, ഇനി അങ്ങനെ വിട്ടാൻ പറ്റില്ല. ദേവേന്ദ്രനാണെങ്കിലും ശരി, ധർമ്മത്തിന് നിരക്കാത്തത് ചെയ്താൽ യാഗത്തെ തടസ്സപ്പെടുത്താൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അമ്പും വില്ലും എടുക്കാൻ പുറപ്പെട്ടപ്പോൾ മഹർഷിമാർ പറഞ്ഞു, അങ്ങ് അത് ചെയ്യരുത്, കാരണം അങ്ങ് യജ്ഞത്തിന് ദീക്ഷ സ്വീകരിച്ചേക്കാണ്. അപ്പൊ പറഞ്ഞു, എനിക്ക് യജ്ഞത്തിലൂടെ ശതകൃതമാവുന്നതിനേക്കാൾ പ്രാധാന്യം ലോകത്ത് ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷെ മഹർഷിമാർ പറഞ്ഞു, അങ്ങ് അതിന് ദേവേന്ദ്രനെ നമുക്ക് തോൽപ്പിക്കാൻ അങ്ങ് പോകണമെന്നില്ല, ഞങ്ങളുടെ മന്ത്രത്തിന് സാധിക്കും. അങ്ങയുടെ അസ്ത്രങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ മന്ത്രങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ മന്ത്രം ജപിച്ച് ദേവേന്ദ്രനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ദേവേന്ദ്രനെ ആവാഹിക്കാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ ബ്രഹ്മാവിന്റെ പാദത്തിൽ വീണു. ബ്രഹ്മാവ് ദേവേന്ദ്രനോട് കൂടി വന്ന് ആ പൃഥുവിന്റെ കോപത്തെ ഇല്ലാതെയാക്കി. പൃഥുവിനോട് പറഞ്ഞു, അങ്ങ് ഈ യാഗം നടത്തുന്നതൊന്നും
ദേവലോകം നേടാൻ വേണ്ടിയിട്ടല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ദേവേന്ദ്രന് അറിയില്ല. അതുകൊണ്ട് അങ്ങ് ഈ യാഗം ഇവിടെ അവസാനിപ്പിക്കൂ. അങ്ങ് ഇനി മുതൽ ഏകോനശതക്രതു എന്ന് അറിയപ്പെടും. 99 യാഗങ്ങൾ കഴിച്ച ആള്. അങ്ങനെ പൃഥു അതിനെ അംഗീകരിച്ചു. കോപം അകന്നപ്പോ അവിടെ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൃഥു താൻ ആ ഭഗവാന്റെ തന്നെ അവതാരമാണ്. എങ്കിലും ലോക വ്യവഹാരം അനുസരിച്ചും കൊണ്ട് പൃഥു ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ ചക്രവർത്തി പദത്തിലേക്ക് എത്തിയാലും ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് പൃഥു നമുക്ക് കാണിച്ചു തന്നു. പൃഥു പറയുകയാണ്, വിധസ്വ കർണായുധം, അയുധം കർണം വിധസ്വ. ഇതെന്ന് പറഞ്ഞ 10,000 ചെവികൾ എനിക്ക് തരണേ ഭഗവാനെ. ഇതിനെ 10,000 ചെവികൾ എവിടെ ഭഗവാന്റെ ആ ദിവ്യമായ ലീലകൾ ആടുന്നുണ്ടോ പാടുന്നുണ്ടോ അതൊക്കെ കേൾക്കാൻ പാകത്തിന് ശക്തി ഉണ്ടാക്കി തന്നെ എൻ്റെ ചെവികൾക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ പൃഥു മഹാരാജാവ്. ആ പൃഥു മഹാരാജാവിൻ്റെ പ്രാർത്ഥന ഭഗവാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ പൃഥു തൻ്റെ ആ പ്രജകൾക്ക് വളരെ വിശേഷമായിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. എൻ്റെ പൂർവികനായിരിക്കുന്ന വേനൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ലോകത്ത് ഈശ്വരൻ ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് എന്ത് വേണം? ഈശ്വരനെ ആരാധിക്കുക തന്നെയാണ് വേണ്ടത്. എത്രയോ ആളുകൾ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഈശ്വരാരാധനയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നു. സർഗാദിയോഗീശ്വരന്മാരിൽ നിന്ന് ആത്മജ്ഞാനത്തെ സ്വീകരിച്ച പൃഥു മഹാരാജാവ് അവസാനം കാട്ടിൽ പോയി തപസ് ചെയ്ത്, പഞ്ചാഗ്നി മധ്യത്തിലൊക്കെ ഇരുന്ന് തപസ് ചെയ്ത് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു ഭഗവാന്റെ പാദങ്ങളിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. വളരെ വിശേഷമാണ് പൃഥുചരിത്രം കേൾക്കുന്നത്. അനുദിനമിത മാതരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഭയൻ വിമുക്ത സംഘ ഭഗവതി ഭവസിന്ധുബോധപാദേ സചരിതുണാം ലഭത്തെ രതിം മനുഷ്യ. ഭവസിന്ധുബോധപാദേ, ഭവസിന്ധുവിൻ്റെ ആ അറുകര കടക്കാനുള്ള തോണിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ. കർദമനും അത് തന്നെയാണ് പറഞ്ഞത് അല്ലേ? പാദാരവിന്ദം ഭവസിന്ധുബോധം എന്നാണ് ഇവിടെ പറയുകയാണ്. ഭഗവതി ഭവസിന്ധുബോധപാദേ, ഭഗവാന്റെ ഈ സംസാരം അറുകര കടക്കാനുള്ള തോണിയായിരിക്കുന്ന പാദത്തിൽ രതിയുണ്ടാവും എന്ന് ആ ഭരശ്രുതി പറഞ്ഞുകൊണ്ടാണ് രംഗ അവിടെ ഉപസംഹരിക്കുന്നത്. ഇനി നമുക്ക് പുരഞ്ജനോപാഖ്യാനം, പ്രാചീന ബഹിസിന്റെയും പ്രചേതസ്സുകളുടെയും കഥയൊക്കെ ഭാഗവതാഭിധാനം ഹരേതരം തേ ചരിതൈസ്തുതീയൈ യഥാമതി ത്വൽപരിദോഷതാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. പൃഥു മഹാരാജാവിന്റെ കഥയാണ് നമ്മൾ കേട്ടത്. പൃഥു മഹാരാജാവിന്റെ കഥ പറഞ്ഞത് പ്രചേതസ്സുകളുടെ കഥ പറയുന്നതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പൃഥു മഹാരാജാവിന്റെ വംശത്തിൽ പ്രാചീന ബരിഹിസ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് ബരിഹിഷത്ത് എന്നാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പ്രാചീന ബരിഹിസ് എന്ന് വിളിച്ചത്? കിഴക്കോട്ട് തിരിച്ചു വെച്ച ദർഭപ്പുല്ലുകളെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു. അത് ഒരു അതിശയോക്തിയായിട്ട് പറയുന്നതാവാം. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് യാഗങ്ങൾ നടത്തിയിരുന്നു. കർമ്മകാണ്ഡത്തിൽ വ്യാപരിച്ച ആളാണ് പ്രാചീന ബരിഹിസ്. എന്നാൽ ഭക്തിയുടെ തലമില്ലാതെ കർമ്മം മാത്രം ചെയ്തപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തി. കർമ്മത്തിൽപ്പെട്ട് കഷ്ടപ്പെടേണ്ട ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പുത്രന്മാര് ഒരേ സ്വഭാവക്കാര്, ഒരേ പേരുള്ളവര്, അതേപോലെ തന്നെ കണ്ടാലും സ്വരൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ ഒരേപോലെ ഇരിക്കുന്ന പ്രചേതസ്സുകൾ. അവര് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. എന്താ കാരണം? അച്ഛനായ പ്രാചീന ബരിഹിസ് പറഞ്ഞു ഭഗവാനെ ഭജിക്കാം. അങ്ങനെ അവര് പടിഞ്ഞാറേ സമുദ്ര തീരത്തേക്ക് യാത്ര ചെയ്തു. അങ്ങനെ അവിടെ സമുദ്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സരസ് കണ്ടുവരും. താമരകളൊക്കെ വിടർന്നു നിൽക്കുന്ന സരസ്. അതിൽ നിന്നും സാക്ഷാൽ മഹാദേവൻ പാർവതി സമേതനായിട്ട് ഉയർന്നു വരുന്നത് കണ്ടു. ഇവരെ അനുഗ്രഹിക്കാനായിട്ട് വലിയ സന്തോഷമായി. കാക്കൽ വീണ് നമസ്കരിച്ചു. മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ ആ ശ്രീഹരിയെ ഭജിക്കാനായിട്ട് വന്നിട്ടില്ലേ?
അതിനുള്ള ഏറ്റവും ഉചിതമായിട്ടൊരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു മന്ത്രം ഉപദേശിച്ചു. അതാണ് യോഗാദേശം അല്ലെങ്കിൽ രുദ്രഗീതം എന്ന് അറിയപ്പെടുന്നു. ചതുർത്ഥ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഭഗവാന്റെ ഒരു ശതനാമ സ്തോത്രം പോലെ അല്ലെങ്കിൽ സഹസ്രനാമം പോലെ വളരെ വിശേഷമായിട്ടുള്ള മന്ത്രം ഉപദേശിച്ചത് മഹാദേവൻ. ആരെക്കുറിച്ചാണ്? മഹാവിഷ്ണുവിനെ കുറിച്ച്. ചൊല്ലുന്നതാര? പ്രചേതസ്സുകൾ. അങ്ങനെ ഈ പ്രചേതസ്സുകൾ ഈ സരസ്സിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അവരുടെ ആ തപസ് ആരംഭിച്ചു. ഈ നാമം അല്ലെങ്കിൽ ഈ രുദ്രഗീതം ജപിച്ചു. ഈ രുദ്രഗീതം അവർ ജപിച്ച് മുങ്ങിക്കിടന്ന കുളമാണ് രുദ്രതീർത്ഥം എന്ന് അറിയപ്പെടുന്നത്. ഭഗവാന്റെ ഗുരുഭവനപുരിയിൽ ചെന്നാൽ വടക്ക് ഭാഗത്ത് കാണുന്ന വടക്കേ ചിറ അല്ലെങ്കിൽ അമ്പലക്കുളമാണ് ഈ പ്രചേതസ്സുകൾ മുങ്ങിക്കിടന്ന് തപസ് ചെയ്തിടം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ പ്രാചേതസപുരി എന്നൊക്കെ ഗുരുവായൂരിനെ പറയാറുണ്ട്. ഏതായാലും ഇവിടെ മമ്മിയൂരപ്പൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുത്തു അവിടെ വെച്ച്. ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു കഴിഞ്ഞാൽ എടത്തരികത്ത് കാവിലമ്മയുടെ അടുത്ത് ചെന്ന് പടിഞ്ഞാട്ട് നോക്കി തൊഴും മഹാദേവനെ. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിദിതം അവിദിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവശിവ കരുണാഭ്യേ ശ്രീ മഹാദേവ ശംഭോ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ മക്കൾ 10 പേരും ഭഗവാനെ ഭജിച്ചു തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ നാരദ മഹർഷിയെ അതിനായിട്ട് പറഞ്ഞു വെച്ചു. ഇതിനായി പ്രാചീന ബർഹിസിന് വേണ്ട ഉപദേശം കൊടുക്കണം. അപ്പൊ നാരദൻ എല്ലാം വേണ്ടതുപോലെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ വളരെ മിടുക്കനാണ്. ഓരോരുത്തർക്കും അവർക്ക് യോജിച്ച തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ പ്രേരണയനുസരിച്ച് നാരദ മഹർഷി പ്രാചീന ബർഹിസിന്റെ കൊട്ടാരത്തിലെത്തി. പ്രാചീന ബർഹിസ് വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രാചീന ബർഹിസിനോട് നാരദൻ ചോദിച്ചു, അങ്ങ് ഒരുപാട് യാഗങ്ങൾ നടത്തുന്നു, എന്നാൽ ഈ യാഗങ്ങൾ അങ്ങക്ക് ഒരു പക്ഷേ സ്വർഗം നൽകിയെന്ന് വരും, പക്ഷേ നിത്യമായ സുഖാനുഭവത്തിലേക്ക് ആനന്ദത്തിലേക്ക് ഇത് എത്തുന്നില്ല. സ്വർഗത്തിൽ ചെന്നാലും ഒരു തിരിച്ചുവരവ് വേണ്ടി വരും. അതുകൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊരു വഴി കർമ്മത്തെ മാത്രം അവലംബിക്കുക, ഭക്തിയോഗത്തെ ആശ്രയിക്കാതിരുന്നാൽ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവും. അയ്യോ, അവിടെ പ്രാചീന ബർഹിസ് പറഞ്ഞു, എന്നോട് ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം കൂടി കണ്ടോളൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറഞ്ഞു, എന്നെ ഒന്ന് തൊട്ട് ആകാശത്തിലേക്ക് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ പ്രാചീന ബർഹിസ് ആകാശത്തിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ നിരവധി മൃഗങ്ങൾ വജ്രസദൃശമായ കൊമ്പൊക്കെ കുലുക്കിക്കൊണ്ട് ആ കുളമ്പുകൊണ്ട് ചുരമാന്തിയൊക്കെ അവരവിടെ നിൽക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ പേടിയായി പ്രാചീന ബർഹിസിന്. നാരദൻ പറഞ്ഞു, അങ്ങ് യാഗത്തിന് കൊന്നു തള്ളിയ മൃഗങ്ങളാണ് നിൽക്കുന്നത്, അങ്ങയോട് പ്രതിക്രിയ ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പേടിയായി. ഈ ഭയത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാനായിട്ട് സാധിക്കും? അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ മനസ്സിൽ വന്ന തെറ്റിദ്ധാരണകളാണ് ഇതിനൊക്കെ കാരണം. ഇതേപോലെ ജീവന് പലപ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഞാനൊരു കഥ പറഞ്ഞു തരാം, ആദ്യം ഇതൊന്ന് കേൾക്കൂ, അത് കഴിഞ്ഞ് അങ്ങ് തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടത്. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞ ഒരു കഥയാണ് പുരഞ്ജനോപാഖ്യാനം. മറ്റുള്ളതൊക്കെ ഭഗവാന്റെ ലീലകളും അവതാരരംഗങ്ങളും ഒക്കെ ആണെങ്കിൽ ഇത് കേവലം ഒരു കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാഗവതകാരൻ നാരദവാണിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ പുരഞ്ജനൻ എന്ന ഒരാൾ, പുരഞ്ജനൻ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു അവിജ്ഞാത സഖ എന്നാണ്. അദ്ദേഹത്തിന്റെ പേരും അറിയില്ല, അദ്ദേഹം എവിടെയുള്ള ആളാണെന്നൊന്നും ഈ പുരഞ്ജനന് അറിയില്ല. എന്നാൽ ഒന്നറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിരുന്നു ജീവിതം. പക്ഷേ ആ സുഖം പോരാ എന്ന് തോന്നി പുതിയ സുഖങ്ങൾ തേടി പുരഞ്ജനൻ ഇറങ്ങി പുറപ്പെട്ടു. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുതിയ പുരങ്ങൾ ജനിപ്പിക്കുന്ന ആള്, അല്ലെങ്കിൽ പുതിയ വീടുണ്ടാക്കുന്ന ആള്, മരാമത്തിൽ വലിയ താല്പര്യമുള്ള ആള്. ഇത്തരം പുരഞ്ജനന്മാരും ഉണ്ടാവും, പുരഞ്ജനികളും ഉണ്ടാവും, അല്ലേ? ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അതിലെ സൗകര്യങ്ങൾ പോരാ, നമുക്ക് കുറച്ചുകൂടി നല്ല സ്ഥലത്തേക്ക് മാറുക, പിന്നെ ഉള്ള സൗകര്യങ്ങൾ മാറ്റുക, കട്ടിൽ അങ്ങോട്ട് തിരിച്ചിടുക, ജനൽ ഇങ്ങോട്ട് മാറ്റുക, വാതിൽ അടക്കി വെക്കുക,
അവിടെ വേറൊരു മുറി എടുക്കുക. അങ്ങനെ പല സൗകര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സൗകര്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും വലിയ സൗകര്യം, വളരെ നന്നായി. മുറിയിൽ ഒരു കട്ടിലൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ആ ഇവിടെ കുറേ സ്ഥലം ഉണ്ടായി, നന്നായി എന്നൊക്കെ തോന്നും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മടുക്കും. എന്നിട്ട് പറയും നമുക്ക് പഴയ തന്നെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് മാറ്റും. പിന്നെ ധാരാളം പണമുള്ള ആളുകളൊക്കെയാണ് പുതിയ പുതിയ മുറികൾ ഉണ്ടാക്കുക, അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഏർപ്പാടൊക്കെ ചെയ്യും. അങ്ങനെ പലതും ഉണ്ട്. ഈ പുരഞ്ജനന്മാരുടെ പല വേർഷനും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പുരഞ്ജനൻ പുതിയ വീട് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഈ കൂട്ടുകാരനെ മറന്നു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു പുരം കണ്ടു, നല്ലൊരു വീട്. അതിന്റെ മുമ്പില് ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കണു നവമുഖി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് തോന്നി ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ താമസിച്ചാൽ ജീവിതം സുഖമാവും. പക്ഷെ ഇവിടെ എങ്ങനെ താമസിക്കും? ഒരു നല്ല വീട് കണ്ടാൽ അവിടെ പോയി താമസിക്കണം തോന്നിയിട്ട് കാര്യമില്ല. അവിടെയുള്ള ആളുകൾ സമ്മതിക്കണം. ഒന്നുകിൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ രാജാക്കന്മാർ യുദ്ധം ചെയ്താണ് പിടിച്ചെടുക്കുക. ഇവിടെ പുരഞ്ജനന് സ്വന്തമായിട്ട് ആരുമില്ല ഒപ്പം. അപ്പൊ പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? തന്നെയുമല്ല, ഈ നവമുഖിയുടെ കാവൽക്കാരനായിട്ട് 5 തലയുള്ള ഒരു പാമ്പിനെ കാണാനുണ്ട്. അപ്പൊ ഈ പാമ്പിനെ തോൽപ്പിക്കണം. ഇതിനൊക്കെ എളുപ്പമായിട്ടുള്ള വഴി എന്താ? അവിടെ വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ പ്രേമിക്കുക, അവരെ സ്നേഹിച്ച് വശത്താക്കി കഴിഞ്ഞാൽ അവരുടെ ആളായിട്ട് അവിടെ കൂടാൻ സാധിക്കും. അപ്പൊ പുരഞ്ജനൻ ഇത് വിചാരിച്ച് വേഗം നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്ത് ആ നവമുഖിയുടെ ഉള്ളിലേക്ക് മെല്ലെ കടന്നു കയറുന്നു. അപ്പോഴാണ് കാവക്കാരനായിട്ടുള്ള പാമ്പ് തടഞ്ഞത്. അപ്പോഴേക്കും അവിടുന്ന് ഒരു സുന്ദരി ഓടി വരുന്നു. അപ്പൊ മനസ്സിലായി ഇവളെ വിവാഹം കഴിച്ച കാര്യമൊക്കെ ഭംഗിയാവും. 2 പേർക്കും ആദ്യ ദർശനത്തിൽ തന്നെ വലിയ ഇഷ്ടമായി. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങേപ്പോലുള്ള ഒരു പുരുഷനെ ഏത് സ്ത്രീയാണ് ഇഷ്ടപ്പെടാത്തത്? എനിക്കും സന്തോഷമാണെന്ന് പറഞ്ഞ് അവനെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഈ പുരഞ്ജനന്റെ ഭാര്യ പുരഞ്ജനി എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നാണ്. പിന്നെ കൊട്ടാരത്തില് 5 ദാസന്മാരും 5 ദാസിമാരും ഉണ്ട്, എന്ത് പ്രവൃത്തി പറഞ്ഞാലും ചെയ്യാനായിട്ട്. പിന്നെ ഉത്തര പഞ്ചാലം, ദക്ഷിണ പഞ്ചാലം എന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ധനം പിരിഞ്ഞു കിട്ടാനുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സുഖമായിട്ട് പുരഞ്ജനൻ ജീവിക്കുന്നു. പുരഞ്ജനി കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാലത്ത് തന്നെ ഒരു ഗ്ലാസ് മദ്യം കൊടുക്കുന്ന. അപ്പൊ പുരഞ്ജനി മദ്യം ആദ്യം കൊടുക്കുമ്പോൾ ഒന്നും ഇഷ്ടമായിരുന്നില്ല. പിന്നെ പതിയെ മദ്യം ഇല്ലാതെ പറ്റാതെയായി. പുരഞ്ജനി എന്ത് പറഞ്ഞാലും അത് കേൾക്കും, അല്ലെങ്കിൽ മദ്യം കിട്ടില്ല. അപ്പൊ മദ്യം കിട്ടാൻ വേണ്ടി പുരഞ്ജനി ചിരിച്ചാൽ ചിരിക്കും, കരഞ്ഞാൽ കരയും, ഓടിയാൽ ഓടും, കിടന്നാൽ കിടക്കും. ഇങ്ങനെ പുരഞ്ജനിയുടെ കയ്യില് ഒരു കളിക്കുരങ്ങ് പോലെയായി. ആടട കുഞ്ഞിരാമ, ചാടട കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യുന്ന ഒരാളായി മാറി. അങ്ങനെ ഒരു ദിവസം പുരഞ്ജനൻ കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പോയി. നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോഴോ പുരഞ്ജനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പുരഞ്ജനിയോട് പറഞ്ഞില്ല. പുരഞ്ജനിയെ കൊണ്ടുപോകാതെയാണ് പോയത് നായാട്ടിന്. അതുകൊണ്ട് പുരഞ്ജനിക്ക് ദേഷ്യം വന്നു. പുരഞ്ജനി നേരെ പോയി ക്രോധാലയത്തിൽ പോയി കിടന്നു. അങ്ങനെ ഒരു മുറിയുണ്ട് അത്രേ ഈ നവമുഖിയില്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പോയി കിടക്കാൻ. അതേപോലെ അവിടെ പോയി കിടന്നു. കവന്ന് കിടന്ന് എന്നോടൊന്നും മിണ്ടണ്ട, എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. പുരഞ്ജനൻ എന്ത് ചെയ്തു? അവളുടെ കാലൊക്കെ തലോടി കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വമല്ല. ഇപ്പൊ ഞാൻ എന്താ സത്യം ചെയ്യണു, ഇനി ഒരു സ്ഥലത്തേക്കും നിന്നെ കൊണ്ടുപോകാതെ ഞാൻ പോവില്ല, എല്ലാ ദിക്കിലേക്കും നിന്നെ കൊണ്ടുപോകണം. അങ്ങനെ പുരഞ്ജനി ഇടഞ്ഞു കഴിഞ്ഞാൽ അവളെ സന്തോഷിപ്പിക്കാനുള്ള വിദ്യകളൊക്കെ പുരഞ്ജനന് നല്ല പോലെ അറിയാം. അങ്ങനെ പുരഞ്ജനിയെ സന്തോഷിപ്പിച്ചു. അവര് അങ്ങനെ ജീവിക്കുന്നു. അവർക്ക് നിരവധി കുട്ടികളുണ്ടായി. അവസാനം പുരഞ്ജനൻ എന്ന രാജാവിന് നേരെ ചണ്ഡവേഗൻ എന്നൊരു സൈന്യാധിപൻ യുദ്ധത്തിനായിട്ട് വന്നു. പക്ഷേ പുരഞ്ജനന് യുദ്ധം ചെയ്യാനൊന്നും വയ്യ. കാരണം മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് ഇപ്പോഴും. കാവൽക്കാരനായിട്ടുള്ള പാമ്പ് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. വയസ്സുകാലത്ത് പുരഞ്ജനന് ആഗ്രഹമില്ലെങ്കിൽ പോലും ഒരു കാലകന്യയുടെ മകളായ കാലന്റെ മകളായ മൃത്യുദേവന്റെ മകളായ കാലകന്യയെ വിവാഹം ചെയ്യേണ്ടി വന്നു. കാലകന്യ കണ്ടാൽ ഒരു ഭംഗിയില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ നടത്താൻ വലിയ മിടുക്കുള്ളവളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഏടത്തിയായ പുരഞ്ജനിയെ കൊട്ടാരത്തിന്റെ ഏതോ ഒരു മുക്കിൽ കൊണ്ടാക്കി കാലകന്യ സ്വയം ഭരണം ഏറ്റെടുത്തു.
ഇപ്പോൾ കൊട്ടാരത്തിന്റെ ഖജാനയുടെ താക്കോലൊക്കെ കാലകന്യയുടെ കയ്യിലാണ്. കാലകന്യക്ക് 2 സഹോദരന്മാരുണ്ട്, ഭയൻ പ്രജ്വാലൻ എന്നിങ്ങനെ 2 പേര്. അവർ കൂടി വന്നതോടുകൂടി ഈ നവമുഖിയുടെ നാശം ആരംഭിച്ചു. അവസാനം യുദ്ധത്തില് ഈ പാമ്പ് തോറ്റു. പാമ്പ് നവമുഖിയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടി ആ നവമുഖി എന്നുള്ള കൊട്ടാരം നിലംപതിച്ചു. മൃത്യുദേവൻ വന്ന് പിടികൂടി പുരഞ്ജനനെ. പുരഞ്ജനൻ അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എന്താ വിചാരിച്ചിരുന്നത്? പുരഞ്ജനിയെ തന്നെ വിചാരിച്ചു. അതുകൊണ്ട് എന്താണോ വിചാരിക്കുന്നത് അതായിട്ട് തീരും. അതുകൊണ്ടാണ് അവസാനത്തിൽ ഭഗവാനെ വിചാരിക്കണം എന്ന് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പുരഞ്ജനിയെ വിചാരിച്ച് മരിച്ചു. ആ പുരഞ്ജനൻ അടുത്ത ജന്മത്തിൽ വിദഗ്ധ രാജാവിന്റെ മകളായി വൈദർഭി എന്ന പേരിൽ അറിയപ്പെട്ടു. വൈദർഭിയെ വിവാഹം ചെയ്തത് മലയധ്വജൻ എന്ന ഒരു രാജകുമാരൻ. അവർക്ക് ഒരു പെൺകുട്ടിയും 6 ആൺകുട്ടികളും 7 ആൺകുട്ടികളും ഉണ്ടായി. ഇങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോൾ മലയധ്വജൻ പറഞ്ഞു, ഞാൻ ഇനി കാട്ടിലേക്ക് പോവുകയാണ് ഭഗവത് ഭജനത്തിന്. അപ്പോൾ വൈദർഭ്യ പറഞ്ഞു, എങ്കിൽ ഞാനും വരുന്നുണ്ട് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോയി. അവിടെ വെച്ച് ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നു, തപസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മലയധ്വജൻ മരിച്ചു പോവുകയും ചെയ്തു. മലയധ്വജന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തു വെച്ച് ആ ദേഹം നശിക്കുന്നതോടുകൂടി താനും അതിലേക്ക് ചാടി സതി അനുഷ്ഠിക്കാം എന്ന് തുച്ഛപ്പെടുത്തിയ വൈദർഭിയെ പെട്ടെന്ന് ഒരു ബ്രാഹ്മണൻ വന്ന് തടഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, നിനക്ക് എന്നെ മനസ്സിലായോ? നീ വിദർഭപുത്രിയുമല്ല, നീ പുരഞ്ജന രാജാവുമല്ല. നമ്മൾ 2 പേരും സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ സമയത്ത് നിനക്ക് വലിയ ആനന്ദമായിരുന്നു. നീ എന്നെ മറന്നതുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടായി. ഏതോ ഒരു സ്ത്രീ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരം കണ്ട് നീ എന്നെ മറന്നു. അതുകൊണ്ട് ഈ ആപത്തുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും എന്നെ ഓർത്തുവല്ലോ. നീ അറിയാതെയാണെങ്കിലും എന്നെ കുറിച്ചുള്ള സ്മരണ നിന്നിലുണ്ടായി. അപ്പോഴാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. നമ്മൾ 2 ആളും 2 അല്ല, 1 തന്നെയാണ്. ഞാൻ ബിംബവും നീ പ്രതിബിംബവുമാണ്. അതുകൊണ്ട് നീ നമുക്ക് ഒരുമിച്ച് ആ പഴയ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവാമെന്ന് പറഞ്ഞ് 2 പേരും ഹംസങ്ങളായി അരയന്നങ്ങളായി ആകാശവീതിയിലേക്ക് ഉയർന്നു പോയി. നാരദ മഹർഷി ആ പ്രാചീന മഹർഷിനോട് പറഞ്ഞു, ഇത് ഒരു ജീവന്റെ സംസാര ഭ്രമണത്തെയാണ് ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നത്. അങ്ങക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു, കഥ മനസ്സിലായി, കഥയുടെ ഉള്ളിലുള്ള കാര്യം മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സത്യത്തിൽ ഈ പുണ്യ പാപ സമ്മിശ്രമായ കർമ്മങ്ങൾ ചെയ്ത് പുതിയ ജീവൻ എടുക്കണോ അല്ലേ? പുരഞ്ജൻ എന്ന് പറഞ്ഞാൽ അതാണ്, ദേഹത്തെ ഉണ്ടാക്കുന്ന ജീവനാണ് പുരഞ്ജൻ. കൊട്ടാരമാണ് ശരീരം. നവമുഖി എന്ന് പറഞ്ഞത് നവദ്വാരങ്ങളുള്ള ശരീരത്തെയാണ് നവമുഖി എന്ന് പറഞ്ഞത്. പുരഞ്ജനി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കും. പുരഞ്ജനി പറയുന്നത് പറയും, ആഗ്രഹിക്കുന്നത് അവിടെ പുരഞ്ജനി കിടന്നാൽ കിടക്കും. അപ്പൊ എന്താ? ബുദ്ധി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കും. മദ്യം എന്ന് പറഞ്ഞത് അഹങ്കാരമാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. അഹങ്കാരം വർദ്ധിക്കുന്നു. ആരാ ഈ അഹങ്കാരം നമ്മളിലേക്ക് പകരുന്നത്? ബുദ്ധിയാണ്. ബുദ്ധി പറയുകയാണ് നീ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ അഹങ്കാരം ഉണ്ടാക്കുന്നു. ഇതാണ് മദ്യം എന്ന് പറഞ്ഞത്. മനസ്സാണ് മന്ത്രി, ദശേന്ദ്രിയങ്ങളാണ് ദാസന്മാരും ദാസിമാരും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞു, ശബ്ദസ്പർശാദി സുഖങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ബുദ്ധിയിലുണ്ടാകുന്ന മോഹമാണ് സന്താനങ്ങൾ, സ്വപ്നാവസ്ഥയാണ് നായാട്ട്. അപ്പൊ നായാട്ടിന്റെ സമയത്ത് ബുദ്ധിയില്ല അല്ലേ? സ്വപ്നത്തിൽ ബുദ്ധിയില്ല, അതുകൊണ്ടാണ് നായാട്ടിന്റെ ഭാര്യയെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ പറഞ്ഞു, കാലമാണ് ചണ്ഡവേഗൻ എന്ന സൈന്യാധിപൻ. കാലം വന്നപ്പോഴേക്കും എന്തായി? ജരാനരകൾ വന്നു. ജരാനരകളാണ് കാലകന്യ. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സമയമായി കഴിഞ്ഞാൽ ജരയും നരയും വന്നു ചേരും. അതിൽ പലതും നമുക്ക് പുറമേക്കൊക്കെ മാറ്റി കാണിച്ചു കൊടുക്കാൻ സാധിക്കും. വെളുത്ത രോഗങ്ങളൊക്കെ കറപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഉള്ളിൽ അത് ആ കാലത്തെ അനുസരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് കാണിക്കുന്നു. പിന്നെ പറഞ്ഞു, രോഗങ്ങളാണ് യമന സൈന്യങ്ങളായിട്ട് യുദ്ധത്തിന് വന്നത്. 5 തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണനാണ്. രോഗങ്ങൾ ആക്രമിക്കുമ്പോൾ ഈ പ്രാണൻ നഷ്ടപ്പെടുന്നു. പ്രാണൻ നഷ്ടപ്പെടുമ്പോൾ ശരീരമാകുന്ന കൊട്ടാരം
നിലം പതിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ മലയധ്വജൻ എന്ന് പറയുന്നത് സജ്ജന സംസർഗമാണ്. സജ്ജന സംസർഗം ഉണ്ടായപ്പോൾ ഭഗവാനെ കുറിച്ച് ഓർമ്മ വന്നു. ഇവിടെ ശ്രീകൃഷ്ണ കഥാരുചിയാകുന്ന പുത്രിയും ശ്രവണകീർത്തനങ്ങളാകുന്ന പുത്രന്മാരും ഉണ്ടായി. അപ്പോൾ ഈ ബ്രാഹ്മണൻ ആരാണ്? നമുക്ക് ഉറപ്പായി സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഈ ബ്രാഹ്മണനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അഭിജ്ഞാത സഖ എന്ന് പറയുന്നത് ഭഗവാനെ മറന്നു ജീവിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. ഭഗവാനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പറയുകയാണ്, ഭാഗ്യവശാൽ കിട്ടുന്ന മനുഷ്യജന്മം ദേഹാഭിമാനം നശിച്ച് ഭഗവത് പാതാരവിന്ദങ്ങളിലേക്ക് എത്താൻ ഉപയോഗിക്കുന്നതിന് പകരം ദേഹാഭിമാനം വർദ്ധിച്ച് ആഹാര നിഹാര നിദ്രാമൈഥുനങ്ങളെ അനുഭവിച്ച് ഈശ്വരനെ സ്മരിക്കാതെ കാലം കഴിച്ച് മരിക്കുന്നു. ഇപ്പൊ ജരാനരകളും രോഗങ്ങളും ബാധിച്ച് മരിക്കുകയാണ്. മനുഷ്യദേഹം എന്ന് പറയുന്നത് വളരെ വിശേഷമായിട്ട് കിട്ടുന്നതാണ്. അതിനെ ഈശ്വരോപാസനയ്ക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടത്. മറ്റു സുഖങ്ങളൊക്കെ തന്നെ ഇന്ന് ഉണ്ടാവുന്ന സുഖം നാളെ വലിയ ദുഃഖമായിട്ട് തീരുന്നതാണ് എന്ന് ഓർത്തോളൂ. മനുഷ്യന് ദേഹത്തെ ചൊറിച്ചൽ പോലെയാണ് ഇന്ദ്രിയങ്ങളുടെ സുഖം എന്നാണ് പറയുക. ആ ചൊറിയുന്ന സമയത്ത് ചിലപ്പോൾ സുഖം ഉണ്ടായി വരും, പക്ഷേ അധികം വൈകാതെ അത് വലിയ വ്രണമായിട്ട് മാറും, നിത്യദുഃഖത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. എല്ലാ വിഷയങ്ങളെയും ഉപേക്ഷിക്കൂ, ഭരണം ഉപേക്ഷിച്ച് ഭജനത്തിലേക്ക് മനസ്സിനെ മാറ്റൂ എന്ന് നാരദൻ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് അദ്ദേഹത്തിന് തീവ്രമായ വൈരാഗ്യം ഉണ്ടായി, വിരക്തി ഉണ്ടായി, ഭക്തി നിറഞ്ഞു തുളുമ്പി പ്രാചീന പരിസരം. അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ വരുമ്പോൾ രാജ്യം അവരെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് കിരീടവും ചെങ്കോലൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം കാട്ടിൽ പോയി. വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുകയും ചെയ്തു. നാരദന്റെ വളരെ വിശേഷമായിട്ടുള്ള ഈ കഥാകഥനം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു, പ്രേതസ്സുകൾ 10,000 വർഷം ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാൻ അനുഗ്രഹിച്ചു. പറഞ്ഞു, നിങ്ങൾ വാർക്ഷി എന്ന വൃക്ഷങ്ങൾ വളർത്തുന്ന കണ്ണപുത്രിയെ വിവാഹം ചെയ്യുക, അതിൽ നിങ്ങൾക്കൊരു പുത്രനുണ്ടാവും. പ്രാചേതസദക്ഷൻ എന്ന് അറിയപ്പെടുന്ന ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. പ്രചേതസ്സുകൾ സ്വഗൃഹത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി രാജ്യഭാരം ഏറ്റെടുത്തു. വാർക്ഷിയെ വിവാഹം ചെയ്തു, പുത്രനുണ്ടായി. ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് തിരിച്ച് കാട്ടിലേക്ക് തന്നെ വന്നു. പക്ഷേ 10,000 വർഷം ജപിച്ച രുദ്രഗീതവും ഭജന രീതികൾ പോലും അല്പകാലത്തെ ഗൃഹസ്ഥാശ്രമം കൊണ്ട് മറന്നുപോയി എന്നാണ്. അതുകൊണ്ടാണ് നിത്യത എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാനെ ഭജിക്കണം. ഇത് മറക്കാൻ വലിയ എളുപ്പമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആദ്യത്തെ വരി മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഓർമ്മയില്ല. എന്താ, നിരന്തരമായ അനുഷ്ഠാനമില്ല, ആചരണമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ കുറച്ചു കാലം ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച പ്രതേജസ്സുകൾ തിരിച്ചു കാട്ടിലേക്ക് വരുന്നു. അവിടെ വീണ്ടും നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് അച്ഛന് ഉപദേശം കൊടുത്തതുപോലെ തന്നെ ഭഗവത് ഭജന രീതികളെ കുറിച്ച് നാരദൻ പ്രതേജസ്സുകൾക്കും ഉപദേശം കൊടുത്തു. ഈ ഉപദേശത്തിന്റെ സന്ദർഭത്തിലാണ് ധ്രുവചരിത്രം പാടിക്കേൾപ്പിച്ചത് എന്ന് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ പ്രതേജസ്സുകൾ ഭഗവാനെ സേവിച്ച് മോക്ഷം നേടി. മൈത്രേയ മഹർഷിയിൽ നിന്നും ഭാഗവതത്തെ മനസ്സിലാക്കിയ വിതുരമഹാശയൻ തൻ്റെ ഗുരുനാഥന്റെ ആ വക്താവിന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. ഹസ്തിനപുരിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ കേട്ടു. ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുത്തതും ധൃതരാഷ്ട്രരെ തപസ്സിനായിട്ട് ഹിമാലയ സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചതൊക്കെയായിട്ടുള്ള രംഗം. അങ്ങനെ വിതുര മൈത്രേയ സംവാദ രൂപത്തിലുള്ള ഭാഗവതം പൂർത്തിയായി. പിന്നീട് പഞ്ചമസ്കന്ധത്തിലേക്ക് കടന്നു. അവിടെ പ്രിയവ്രതന്റെ വംശത്തെയാണ് പറയുന്നത്. ഉത്താനോത്പാദന്റെ വംശം ദക്ഷ പ്രജാപതി വരെ, അല്ലെങ്കിൽ പ്രാചേതസദക്ഷന്റെ കഥ വരെ പറഞ്ഞു. ഇനി പ്രിയവ്രതൻ, ഉത്താനപാദന്റെ സഹോദരൻ, മനുവിന്റെ മറ്റൊരു പുത്രൻ. ഈ പ്രിയവ്രതൻ നാരദന്റെ ശിഷ്യനാണ്. അദ്ദേഹം ആദ്യകാലത്ത് ഗന്ധമാദന പർവ്വതത്തിൽ തപസ്സിനായിട്ട് പോയി. ഭജനത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യം, ഭരണത്തിൽ താല്പര്യമില്ല. പ്രിയവ്രതന് ആ
താല്പര്യമില്ലാതെ കണ്ടപ്പോൾ സ്വയംഭൂമനൊരു ഇല്ലാത്ത വിഷമായി. അദ്ദേഹം മകനെ രാജ്യഭാരം ഏറ്റെടുക്കാനൊക്കെ ക്ഷണിച്ചു, അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു, ഉണ്ണി രാജ്യഭാരം ഏറ്റെടുക്കണില്ല, അച്ഛൻ തന്നെ വന്ന് ഒന്ന് വേണ്ട ഉപദേശം വേണം. അങ്ങനെ മുത്തശ്ശൻ വന്ന് പ്രിയവ്രതനെ ഉപദേശിച്ചു. പ്രിയവ്രതനോട് പറഞ്ഞു, ഉണ്ണി അവനവന്റെ കടമകൾ, സ്വധർമ്മത്യാഗം എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ധർമാനുസാരിയായി ജീവിച്ച് ഭഗവാനെ ഭജിക്കാൻ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യഭാരം ചെയ്യുകയും ഭഗവാനെ ഭജിക്കുകയുമാണ് വേണ്ടത്. അപ്പോ മനോജയം വന്ന ഒരാൾക്ക് ഗൃഹത്തിലിരുന്ന് കർമ്മം ചെയ്താലും അയാളെ കർമ്മദോഷം ബാധിക്കില്ല. അതുകൊണ്ട് തിരിച്ചുപോയി രാജ്യഭാരം ഏൽക്കണം എന്ന് പറഞ്ഞു. ഇനി രാജ്യഭാരമൊക്കെ ഏറ്റെടുത്ത് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച് പുത്രസൗഖ്യത്തോടുകൂടി ഇരുന്ന് ആ പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച്, പ്രിയവ്രത അങ്ങക്ക് വീണ്ടും കാട്ടിലേക്ക് വന്ന് തപസ് ചെയ്തൂടെ, അതുകൊണ്ട് ഇപ്പോൾ അക്ഷരം പറയുന്നത് കേൾക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ രാജ്യത്ത് തിരിച്ചെത്തി. അദ്ദേഹം വിശ്വകർമാവിന്റെ പുത്രിയായ ബരിഹിഷ്മതിയെ വിവാഹം ചെയ്തു. അതിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി എന്ന് പറയും. അതിൽ 3 പേര് ഭഗവത് ഭജനത്തിനായിട്ട് ആദ്യം തന്നെ പാത തെരഞ്ഞെടുത്തു. ബാക്കി 7 പേരുണ്ട്. ഊർജസ്വതി എന്ന ആ പെൺകുട്ടിയെ ശുക്രാചാര്യർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിലുണ്ടായ പുത്രിയാണ് ദേവയാനി. ദേവയാനിയിൽ നിന്നാണ് യദു ഉണ്ടാവുന്നത്. ആ യദുവിൽ നിന്നാണ് യാദവവംശം ഉണ്ടാകുന്നത്. യാദവവംശത്തിൽ കൃഷ്ണകുലത്തിലാണ് ഭഗവാന്റെ അവതാരം എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് സൂര്യനെ പോലുള്ള ഒരു രഥം ഈ പ്രിയവ്രതന് കിട്ടി. ഞാൻ രാജ്യഭാരം എടുക്കുകയാണെങ്കിൽ എനിക്കൊരു രഥം തരണമെന്നാണ് ബ്രഹ്മാവിനോട് പറഞ്ഞത്. ബ്രഹ്മാവ് പറഞ്ഞു ശരി. അങ്ങനെ അതീവ തേജസ്സുള്ള ഈ സൂര്യന് തുല്യമായിരിക്കുന്ന രഥത്തിൽ പ്രിയവ്രതൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പ്രിയവ്രതന്റെ രഥം ഉരുളാൻ തുടങ്ങും. അതുകൊണ്ട് എന്തായി, ലോകത്ത് രാത്രി ഇല്ലാതെയാണ്. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാവില്ലേ, പക്ഷേ ഈ പ്രകാശം കൊണ്ട് രാത്രി ഇല്ലാതെയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. രാത്രി ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, പകല് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിത് കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു രഥയാത്ര അവസാനിപ്പിക്കണം. അങ്ങനെ രഥം തിരിച്ചു പഠിച്ചു. രഥചക്രങ്ങൾ ഉരുണ്ട സ്ഥലങ്ങളൊക്കെ വലിയ കുഴികളായി മാറി, അതിലൊക്കെ വെള്ളം നിറഞ്ഞു. അത് 7 സാഗരങ്ങളായി മാറി, 7 സമുദ്രങ്ങളായി മാറി. അതിനിടയിലുള്ള സ്ഥലങ്ങളൊക്കെ 7 ദ്വീപുകളായി മാറി എന്നും പറഞ്ഞു. പിന്നെ പ്രിയവ്രതൻ ഈ ഒരു വിവാഹം കഴിച്ചു ബരിഷ്മതിയെ. പിന്നീട് രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിച്ചു. വിവാഹം വേണ്ടാന്ന് വിചാരിച്ച ആളാണ്, പക്ഷെ കഴിച്ചപ്പോൾ വീണ്ടും ഒരു വിവാഹം കൂടി കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായി. ഉത്തമൻ, താമസൻ, രൈവതൻ എന്നിങ്ങനെ 3 പുത്രന്മാർ. അവരാണ് അടുത്ത രണ്ടാമത്തെ മന്വന്തരം കഴിഞ്ഞ് 3, 4, 5 എന്നീ മന്വന്തരങ്ങളുടെ അധിപതിയായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഈ 7 ദ്വീപുകളെ തൻ്റെ ആദ്യ ഭാര്യയിലുള്ള 10 മക്കളിൽ ബാക്കിയുള്ള 7 പേർക്കായിട്ട് 7 ദ്വീപുകളെ വിഭജിച്ചു കൊടുത്തു. ജംബു എന്നുള്ള ദ്വീപിനെ ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നാണ് 7 ദ്വീപുകളുടെ പേര്. ജംബു ദ്വീപിനെ ഭരിച്ചത് അഗ്നിധ്രൻ എന്ന മൂത്തപുത്രനാണ്. അഗ്നിധ്രൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അപ്പോ അച്ഛൻ്റെ മുത്തശ്ശനാണ് അല്ലേ. ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. തൻ്റെ പ്രപൗത്രൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ തപസ് ചെയ്യുന്നത്, നല്ലൊരു വിവാഹം കഴിക്കണമെന്നാണ് അയാളുടെ മോഹം. അപ്പൊ പിന്നെ താൻ അവിടെ ചെന്നിട്ട് ഒരു അനുഗ്രഹം കൊടുക്കണ്ട, വിവാഹത്തിന് പറ്റിയൊരു പെൺകുട്ടിയെ ബ്രഹ്മാവ് തൻ്റെ സഭയിൽ നിന്ന് പറഞ്ഞയച്ചു. പൂർവചിത്തി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. നല്ല പോലെ നൃത്തം വയ്ക്കും, നല്ല പോലെ പാട്ടും പാടും. ഈ അഗ്നിധ്രന് വലിയ ഇഷ്ടമായി. കണ്ടപ്പോൾ തന്നെ 2 പേരും വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 9 പുത്രന്മാരുണ്ടായി. ജംബു ദ്വീപിനെ 9 ആയിട്ട് തിരിച്ച് 9 പുത്രന്മാർക്കായി നൽകി. അഗ്നിധ്രൻ ഈ ഭൂമിയിൽ ജനിച്ചു, ഭഗവത് ഭജനം ചെയ്ത് മോക്ഷം നേടുകയാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് തോന്നി അതിനേക്കാൾ വലുതായിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ഈ അപ്സരസിന്റെ ലോകത്തേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ പൂർവ്വചിത്തിയുടെ ലോകത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളിൽ നാഭി എന്ന പുത്രൻ, അദ്ദേഹമാണ് അജനാഭം എന്നു പേരുള്ള നമ്മുടെ ഈ ഭൂമിയെ, നമ്മുടെ ഭാരതഭൂമിയെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഭാരതത്തിന്റെ പേര് അജനാഭം എന്നാണ്. ഇങ്ങനെ ഈ അജനാഭ വർഷത്തിൽ നാഭി ഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പത്നിയാണ് മേരുദേവി. അവർക്ക് കുട്ടികളുണ്ടായില്ല. മഹർഷീശ്വരന്മാരുടെ നേതൃത്വത്തിൽ ഒരു യജ്ഞം നടത്തി. യജ്ഞത്തിൽ സന്തോഷിച്ച ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ഋതുക്കൾ പറഞ്ഞു, ഇദ്ദേഹം അനവത്യതാ ദുഃഖം അനുഭവിക്കുന്നു, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടാവാൻ അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങേ പോലൊരു പുത്രൻ ഉണ്ടാവണമെന്നാണ് മോഹം. ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, എന്നെ പോലൊരു പുത്രൻ അത് അസംഭാവ്യമാണ്. കാരണം എന്താ, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ എന്ത് ചെയ്യാം, ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായിട്ട് പിറക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. യഥാസമയം നാഭിരാജാവിൻ്റെയും മേരുദേവിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ അവതരിച്ചു. ഭഗവാന് പേര് ഋഷഭൻ എന്നാണ്. ശ്രേഷ്ഠൻ എന്നാണ് ആ പേരിൻ്റെ തന്നെ അർത്ഥം. ഭഗവത് അവതാരമാണ്. എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും നിറഞ്ഞ ഋഷഭദേവൻ. അദ്ദേഹം ഈ അജനാഭ വർഷത്തെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ ആദിവ്യാധികളില്ലാതെയായി. സ്വർഗത്തിലേക്ക് പോകണമെന്ന് പോലും ആളുകൾക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഈ ഋഷഭദേവന്റെ കീഴിൽ ജീവിച്ചാൽ മതിയെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനത് വലിയ വിഷമായി. ദേവേന്ദ്രൻ വിചാരിച്ചു, എങ്കിൽ ഈ ഋഷഭദേവനെ ഒരു പാഠം പഠിപ്പിക്കും. ഇവിടെ ഭൂമിയിൽ മഴയില്ലാതെയാണ്. മഴയുടെ ദേവനാണ് ദേവേന്ദ്രൻ. ഗോവർദ്ധനോദ്ധാരണങ്ങളൊക്കെ നമ്മളത് കേൾക്കും. അപ്പൊ ദേവേന്ദ്രൻ വിചാരിച്ചു, ഇവിടെ മഴ പെയ്യിക്കാതിരുന്നാൽ ഈ ഋഷഭദേവന്റെ അഹങ്കാരമൊക്കെ തീരും, അപ്പൊ തന്റെ കാക്കൽ വന്ന് വീഴും. അധികം വൈകിയില്ല. അജനാഭ വർഷത്തിൽ മഴയില്ലാതെ ദേവേന്ദ്രന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ ഋഷഭദേവൻ എവിടെയൊക്കെ മഴ വേണോ അവിടെയൊക്കെ മഴ പെയ്യിച്ചു തന്റെ തപശക്തി കൊണ്ട്. അപ്പൊ മഴ വേണ്ട സ്ഥലത്ത് മഴ, മഴ വേണ്ട എന്നുണ്ടെങ്കിൽ മഴയില്ല. ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് പെയ്യിക്കാൻ തുടങ്ങി. ഇത് ദേവേന്ദ്രന് വലിയ അടിയായി. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, തൻ്റെ പുത്രിയായ ജയന്തി എന്ന പെൺകുട്ടിയെയും കൊണ്ട് ഋഷഭദേവന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അതിന് പകരമായിട്ട് എൻ്റെ മകളെ അങ്ങ് സ്വീകരിക്കണം. ഇത് കേട്ടു. അങ്ങനെ ഋഷഭദേവൻ ആ ജയന്തിയെ വിവാഹം ചെയ്തു. അതിൽ 100 പുത്രന്മാരുണ്ടായി ഋഷഭദേവനാണ്. മൂത്ത പുത്രന്റെ പേരാണ് ഭരതൻ. ഭരതന് ശേഷം 99 പുത്രന്മാർ, അതിൽ 81 പേര് ബ്രാഹ്മണരായി മാറി. അപ്പോ 82, ബാക്കി 18 പേരുണ്ട്. 18 പേരിൽ 9 പേര് ഈ ഋഷഭദേവന്റെ മൂത്രപുത്രനായ ഭരതന്റെ കീഴിൽ സാമന്ത രാജാക്കന്മാരെ പോലെ രാജ്യത്തെ ഭരിച്ചു. ബാക്കി 9 പേര് നവയോഗികൾ എന്ന് അറിയപ്പെടുന്നു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിമ്പലായകൻ, ആവിർഭോത്രൻ, ദ്രുപണൻ, ചമസൻ, കരഭാജനൻ എന്നാണ് ഈ 9 പേരുടെ പേര്. ഈ 9 പേര് ഇനി ഏകാദശി സ്കന്ധത്തിൽ നമ്മൾ കേൾക്കും. ഈ 9 പേര് നിമി മഹാരാജാവിന് ആത്മതത്വത്തെ ഉപദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഋഷഭദേവൻ പറഞ്ഞു, ഒരു ദിവസം തൻ്റെ മക്കളെ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യദേഹം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. വിഷയസുഖങ്ങൾ, ആഹാര, നീഹാര, നിദ്ര, മൈഥുനം, ഭക്ഷണം കഴിക്കുക, അത് വിസർജിക്കുക, ഉറങ്ങുക, അതേപോലെ പുത്രോത്പാദനം, ഇതൊക്കെ ഇതിൽ സാധിക്കും, മൃഗശരീരത്തിലും സാധിക്കും. എന്നാൽ വിവേകത്തോടുകൂടി ഭഗവാനെ ഭജിക്കാനും മോക്ഷം നേടാനും അത് ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈശ്വരപ്രാപ്തിക്കുള്ള രാജവീതി എന്ന് പറയുന്നത് സത്സംഗമാണ്. വിഷയികളോടുള്ള സംസർഗം നമ്മളെ നരകത്തിലേക്കും, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം നമ്മളെ ഈശ്വരനിലേക്കും അടുപ്പിക്കും. ഭഗവാന്റെ നാമം ജപിക്കുക, സർവത്ര ഈശ്വരനെ ദർശിക്കുക. ഇടയ്ക്ക് ഋഷഭദേവൻ പറഞ്ഞു, എന്നിൽ ഭക്തി വർദ്ധിപ്പിക്കണം എന്നാണ്. കാരണം താൻ ഈശ്വരൻ തന്നെയാണ് എന്നവിടെ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അവനവൻ ഈശ്വരനെ സേവിച്ചാൽ മാത്രം പോരാ, അച്ഛനമ്മമാര് കുട്ടികളെ അതിനെ പ്രേരിപ്പിക്കണം, ഗുരുനാഥൻ ശിഷ്യനെ പ്രേരിപ്പിക്കണം, യജമാനൻ ഭൃത്യനെ പ്രേരിപ്പിക്കണം. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് കഴിയാവുന്ന തരത്തിൽ മറ്റുള്ളവരെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം. രാജാവ് പ്രജകളെ അതിനെ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ ഇവരൊന്നും ആ പദവിക്ക് അർഹരല്ല എന്ന്
അന്ധകനിൽ നിന്ന് സ്വയം മോചിതനാവുകയും അന്ധകാന്തകനും പൂജിക്കുന്ന ആനന്ദമൂർത്തിയിൽ ഭക്തിയുള്ളവരാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ ഭക്തിയുള്ളവരാക്കാൻ ശ്രമിക്കുകയും വേണം എന്ന് പറഞ്ഞു. എല്ലാം ഉപേക്ഷിക്കാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ ഋഷഭദേവൻ സ്വജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കൊക്കെ വേണമെങ്കിൽ പ്രസംഗിക്കാം, വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പ്രസംഗിക്കാം. ത്യാഗമാണ് ഏറ്റവും നല്ലത്, ദാനം ചെയ്യണം, ഭഗവാനെ ഭജിക്കണം. എന്നിട്ട് പറയുന്ന ആളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിലൊന്നും ചെയ്യണില്ല. പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് താനും. ഇവിടെ ഋഷഭദേവൻ പ്രവൃത്തിയിലും അത് കാണിച്ചു എന്നാണ്. കാകവ്രതം, അജഗരവ്രതം തുടങ്ങിയ വ്രതങ്ങളൊക്കെ ഉണ്ട്. കാക്കയെ പോലെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, അജഗരത്തെ പോലെ. അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് അങ്ങനെയാണ് പറയും, എവിടെയെങ്കിലും കിടക്കും, എന്താണോ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കും. അങ്ങനെ ജീവിക്കാറാവണമെന്നാണ്. ഒന്നിനും താല്പര്യമില്ലാതെ അവധൂതനായി അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് യോഗശക്തികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധികളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധപ്പതനമുണ്ടാവും എന്ന് ഋഷഭദേവൻ സ്വജീവിതം കൊണ്ട് കാണിച്ചു. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അവധൂതനായി, ദേഹത്ത് നൂൽബന്ധം പോലും ഇല്ലാതെ, ദേഹാഭിമാനം അശേഷമില്ലാതെ അദ്ദേഹം സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിസർജ്യത്തിന് പോലും 1000 യോജന അകലെ വരെ സുഗന്ധം പരത്താൻ കഴിഞ്ഞിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം ലൗകികമായിട്ട് യാതൊന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയില്ലേ സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് അതാണ്. ആ ഒരു നിലയ്ക്ക് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് ഭഗവാനെ പറയുന്ന പോലെ, സച്ചിദാനന്ദ കട്ട എന്ന് പറയുന്നത് പോലെയുള്ള തരം ആയിരുന്നു ഋഷഭദേവന്. അവസാനം അദ്ദേഹം തൻ്റെ ആ ശരീരം കുടക പർവ്വതത്തിൽ, ആ വനത്തിൽ വലിയൊരു കാട്ടുതീയിൽ ആ അഗ്നിയിലേക്ക് ഹോമിച്ചു. തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹത്തോടൊപ്പം ആ കാട്ടുതീയിൽപ്പെട്ട ജീവികൾക്ക് മുഴുവൻ മോക്ഷം കിട്ടി എന്ന് പറയും. അങ്ങനെ ഋഷഭദേവന്റെ കഥ അവിടെ പൂർത്തിയായി. പിന്നീട് ഋഷഭദേവന്റെ മൂത്തപുത്രനായ ഭരതന്റെ കഥയാണ് പറഞ്ഞത്. ഭരതന്റെ ഭരണത്തിന് ശേഷമാണ് അജനാഭം ഭാരതം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ ഈ പുണ്യഭൂമിക്ക് ഭാരതം എന്ന പേര് നൽകിയത് ഋഷഭദേവന്റെ മൂത്തപുത്രനായ ഭരതനാണ് എന്ന് ചുരുക്കം. ഭരതൻ, ഒരുപാട് ഭരതന്മാരെ നമ്മൾ കാണും. രാമായണത്തിലൊരു ഭരതൻ, ശ്രീരാമന്റെ സഹോദരനായിട്ടൊരു ഭരതൻ. അതേപോലെ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രൻ ഭരതനാണ്. ഇങ്ങനെ ഭരതന്മാരുടെ പേരുകൾ പലയിടത്തും കാണാം. ഇവിടെ ഈ ഋഷഭദേവന്റെ പുത്രനായ ഭരതൻ രാജ്യം ഭരിച്ചു. ഭാരതം എന്നറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹം വിശ്വരൂപന്റെ പുത്രിയായ പഞ്ചജനിയാണ് വിവാഹം ചെയ്തത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിച്ച് അദ്ദേഹം രാജ്യം ഭരിച്ചു. അവസാനം പത്നിയോടുകൂടി അദ്ദേഹം ഗണ്ഡകി നദിയുടെ തീരത്ത് പുലഹാശ്രമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ ഭഗവത് ഭജനവുമായിട്ട് അദ്ദേഹം കഴിയുന്നു. പക്ഷേ ഈ ഭജനത്തിനിടയിൽ എപ്പോഴോ അദ്ദേഹത്തിന് ചെറിയൊരു മമത വന്നുപെട്ടു. അഹന്തയും മമതയും നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുന്ന. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള തോന്നൽ, മമത എന്ന് പറഞ്ഞാൽ എന്റേത് എന്നുള്ള തോന്നൽ. എല്ലാം ഉപേക്ഷിച്ചു പോയ അദ്ദേഹത്തിന്, ഭഗവത് ഭജനം മാത്രം എന്ന് വിചാരിച്ചു പോയ അദ്ദേഹത്തിന് ഒരിക്കൽ ആ ഗണ്ഡകി നദിയിൽ ഇറങ്ങി ആ സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത് അദ്ദേഹം കണ്ടു. ഒരു സിംഹത്തിന്റെ അലർച്ച കേട്ടിട്ടാണ് ആ മാൻ ചാടിയത്. ഗർഭിണിയായ ആ മാനിന്റെ ഗർഭം സ്രവിച്ചു. അതിൽ നിന്നൊരു മാൻകുഞ്ഞ് പുറത്തേക്ക് വന്നു. തള്ളമായി വെള്ളത്തിൽ ഒഴുകിപ്പോയി. അത് ചത്തുപോവുകയും ചെയ്തു. ഈ മാൻകുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഭരതൻ. ഇതൊക്കെ നല്ലതാണ് അല്ലേ? പക്ഷേ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. താൻ മാത്രമേ ഈ മാൻകുഞ്ഞിനെ രക്ഷിക്കാനുള്ളൂ എന്നൊരു തോന്നൽ ഭരതനിലുണ്ടായി. അതുകൊണ്ട് എന്തായി? ഈ മാൻകുഞ്ഞിന് വേണ്ടിയായി പിന്നീടുള്ള ജീവിതം. എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ഈ സിംഹത്തിൻ്റെയോ പുലിയുടെയോ ഒക്കെ അലർച്ച കേട്ട് കഴിഞ്ഞാൽ പേടിയായി വേഗം മാനിൻ്റെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ ഭഗവത് ഭജനത്തിന് സമയമില്ലാതെയായി തുടങ്ങി. നമുക്ക് ഭാഗവതം പഠിപ്പിച്ചു തരികയാണ്. പല ജന്തുക്കളോടുള്ള സ്നേഹം ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ ഈശ്വര പ്രാപ്തിക്ക് തടസ്സമാകുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം എന്നാണ്. നമ്മുടെ ആധുനിക കാലത്ത് ചിലപ്പോൾ
ചില ആളുകൾക്ക് പൂച്ചകളാവും, ചിലപ്പോൾ ചില കിളികളെ വളർത്തലാവും, ചില ആളുകൾക്ക് പട്ടികളോ നായ്ക്കളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഓരോന്നിനോടും സ്നേഹം വന്നിട്ട് അതിനു വേണ്ടി ജീവിച്ച് അതിനോട് മമത വന്ന് അത് നഷ്ടപ്പെടുമ്പോൾ വേദനിച്ച് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ ഭഗവത് ഭജനം ഇല്ലാതെയായി നശിക്കാൻ ഇടയുണ്ട് എന്ന് കാണിക്കുകയാണ്. ഭരതനും ഇത് തന്നെയാണ് പറ്റിയത്. അങ്ങനെ ആ മാനിനോടൊപ്പം ജീവിച്ച് അവസാനം മരിച്ചപ്പോൾ ഭഗവാനെ മറന്നു, മാനിനെ മാത്രം ഉള്ളിൽ നിറച്ചു. അതുകൊണ്ട് എന്തായി, അടുത്ത ജന്മത്തിൽ മാനായിട്ട് പിറന്നു. അങ്ങനെ മാനിന്റെ ജന്മം കിട്ടിയപ്പോഴും ഈശ്വര കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മൃതിയുണ്ട്. അതുകൊണ്ട് എന്തായി, അദ്ദേഹം ഒന്നുമായി ബന്ധമില്ലാതെ ജീവിച്ചു. മമതയാണുള്ള എല്ലാ ദുഃഖത്തിനും കാരണം. അതുകൊണ്ട് അദ്ദേഹം മാനുകളെ പോലും സ്നേഹിച്ചില്ല. അങ്ങനെ അവസാനം തൻ്റെ ശരീരത്തെ ആ തീർത്ഥത്തില് പുലഹാശ്രമത്തിന് അടുത്തുള്ള ഈ ഗണ്ഡകി നദിയിൽ തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം ആ ശരീരത്തെ വിട്ടുപോയി. പക്ഷെ പ്രാരബ്ധം തീർന്നിട്ടില്ല. അങ്കിരസിന്റെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണ കുലത്തിൽ അദ്ദേഹം പിറന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് മുജ്ജന്മ സ്മൃതി ഉണ്ടായതുകൊണ്ട് ഒന്നുമായും ബന്ധമില്ലാതെ ജീവിച്ചു. ഒന്നുമായും ബന്ധമില്ലാതെ ജീവിക്കാൻ ഏറ്റവും നല്ലത് എന്താ? മിണ്ടാൻ പറ്റില്ല, ചെവി കേൾക്കില്ല, ബുദ്ധിയില്ല എന്നൊക്കെ നടിക്കുക. ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായിട്ട് ബന്ധം വരും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അടുപ്പങ്ങൾ ഉണ്ടാവും. അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഈ ഉണ്ണിയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛന്. അച്ഛന് 2 ഭാര്യമാരാണ്. രണ്ടാമത്തെ ഭാര്യയിലാണ് ഒരു പെൺകുട്ടിയും ഈ ഭരതന്റെ പുതുജന്മവും. അച്ഛൻ ഉണ്ണിയുടെ സമാവർത്തനമൊക്കെ നടത്തി. പക്ഷേ ആ ഉണ്ണിക്ക് 4 മാസം കൊണ്ട് പോലും ഗായത്രി മന്ത്രത്തിന്റെ ഒരു വാക്ക് പോലും പറയാൻ സാധിക്കണില്ല എന്ന് മനസ്സിലായപ്പോൾ വല്ലാത്ത വിഷമമായി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നും പറയുന്നു. സാ അഥാ യവീയസി ദ്വിജസതി, അദ്ദേഹത്തിന്റെ പത്നി സ്വഗർഭജാതം മിഥുനം, തന്നിൽ നിന്ന് തനിക്കുണ്ടായ മിഥുനം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു 2 പേര് അല്ലേ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. ആ ഇരട്ട കുട്ടികളെ സപത്നിയാ ഉപന്യസ്യ, തൻ്റെ സപത്നിക്ക് എടത്തിയെ ഏൽപ്പിച്ചു. ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയെ ഏൽപ്പിച്ച് സ്വയം അനുസംസ്ഥയാ പതിലോകനകാൽ, സ്വയം സതി അനുഷ്ഠിച്ച് പതിലോകത്തിലേക്ക് ഭർത്താവിൻ്റെ കൂടെ ആ അമ്മയും യാത്രയായി. ഇപ്പൊ ഭരതനെ നോക്കാൻ ആരാണ്? വല്യമ്മയും വല്യമ്മയുടെ മക്കളും. അവര് എന്ത് പറഞ്ഞാലും ഭരതനൊരു വിരോധമില്ല. കാരണം ആത്മാരാമനാണ് അദ്ദേഹം. ഇതൊക്കെ പ്രാരബ്ധമാണ്, ഞാൻ അനുഭവിച്ചു തീർക്കണം. അപ്പൊ വിറക് വെട്ടാൻ പറഞ്ഞ വിറക് വെട്ടും, വെള്ളം കോരാൻ പറഞ്ഞ വെള്ളം കോരും. എന്ത് പ്രവൃത്തി ചെയ്യാനൊരു മടിയില്ല. എന്ത് കിട്ടുന്നതും സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. കാടി വെള്ളം കൊണ്ടുവച്ച് കഴിച്ചോളാൻ പറഞ്ഞാൽ അത് അമൃത് പോലെ കഴിക്കും. പകരം വളരെ വിശേഷമായിട്ടുള്ള പഞ്ചാര പായസം കൊണ്ടുവന്നു, അതും അതേ ഭാവത്തോടുകൂടി കഴിക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിഷ്ഠയില്ല. ഇനി ധനം വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതില്ല. ജോലിക്ക് കൂലി ഒന്നും ആരും കൊടുക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ഭരതനെ ഒരു വലിയ വയലിന്റെ സംരക്ഷണത്തിനായിട്ട് അവിടെയുള്ള വിളകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുത്തി. അങ്ങനെ വീരാസനത്തില് വലിയൊരു വടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ചില പന്നികളൊക്കെ രാത്രി വരും, അതിനെ പേടിപ്പിച്ച് ഓടിപ്പിക്കുകയാണ് ഭരതന്റെ ജോലി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അധകഥാജിൽ കച്ചിൽ വൃഷഭപതി ഭദ്രകാളി പുരുഷപശുമാലഭകാമത്യകാമ, ഒരു ധനിക പ്രമാണി. അയാള് എന്താ ചെയ്തത്? അയാൾക്ക് കുട്ടികളിൽ ഏതോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയപ്പോ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഭദ്രകാളിക്ക് ഒരു പുരുഷ പശുവിനെ ഒരു നരബലി നടത്തിയാൽ കുട്ടികളുണ്ടാവും. അതിനായിട്ട് ഒരാളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈശ്വര സങ്കല്പം കൊണ്ട് രാത്രി സമയത്ത് ആ പിടിച്ചു കെട്ടിയിട്ടുള്ള ആള് എവിടേക്കോ ഓടി രക്ഷപ്പെട്ടു. ഇനി പുതിയ ആളെ കണ്ടുപിടിക്കണം. ഇന്ന് രാത്രി നരബലി നടത്തണം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മുഹൂർത്തം. അപ്പൊ ഈ ധനികന്റെ ആളുകളുണ്ട്, സിൽബന്ധികളുണ്ട്. അവര് വന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ ഭരതനെ കാണുന്നത്. അലോക ദൃഢഗാത്രൻ. കാരണം ദുഃഖങ്ങളൊന്നുമില്ല. മനസ്സിന് ദുഃഖങ്ങളില്ലെങ്കിൽ ശരീരം നല്ല പോലെ വളർന്ന
വജ്രസംഹനനോ യുവ, സമാനമായിരിക്കുന്ന അവയവ പുഷ്ടിയോടുകൂടി ഇരിക്കുന്ന ഭരതനെ കണ്ടു. അങ്ങനെ ഭരതനെ അവർ പിടിച്ചു. ഭരതന് അതിലൊരു കൂസലും ഉണ്ടായില്ല. കാരണം ഇത് ഈശ്വര സങ്കല്പമാണ്. തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഈശ്വര സങ്കല്പം, തന്നെ വെട്ടിക്കൊല്ലുകയാണെങ്കിൽ അത് ഈശ്വര സങ്കല്പം, ഇനി തന്നെ വെട്ടിക്കൊന്നില്ലെങ്കിലോ അതും ഈശ്വര സങ്കല്പം. തനിക്ക് മരണം എപ്പോഴാണോ അത് ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ ധനിക പ്രമാണിയുടെ ഗൃഹത്തിലേക്ക് അവിടെ എത്തുന്നു. അവിടെ വിശേഷമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. ആദ്യം കുളിപ്പിച്ചു, രക്തതിലകം അണിയിച്ചു, അതേപോലെ തന്നെ ചുവന്ന പട്ടുടുപ്പിച്ചു, ചെമ്പരത്തിമാല അണിയിച്ചു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭോജ്യങ്ങളും പാനീയങ്ങളൊക്കെ കൊടുത്തു. ഭൂഷണാലേപസ്ത്രത്തിലകാതിഭിരുപസ്കൃതം ഭുക്തവന്തം, നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ധൂപ ദീപ മാല്യരാജകിസലയാങ്കുരഫലോപഹാരോപേതയാ വൈശസ സംസ്ഥയാ മഹതാ ഗീതസ്തുതി മൃദംഗപണവഘോഷേണ ച പുരുഷപശും ഭദ്രകാള്യാ പുരത ഉപവേശയാമാസു. ഭദ്രകാളിയുടെ വലിയൊരു വിഗ്രഹം അവിടെ പന്തങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അതേപോലെ തെള്ളിയൊക്കെ ഇങ്ങനെ വീശി ആ പന്തങ്ങൾ ഇങ്ങനെ ജ്വലിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള നാദങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട്. മൃദംഗം, പണവം തുടങ്ങിയ ഘോഷങ്ങളൊക്കെ ഉറക്കെ കേൾക്കാനുണ്ട്. അവിടേക്ക് മൃദംഗത്തിന്റെയും പണവത്തിന്റെയും ഒക്കെ ശബ്ദത്തിനിടയിൽ ഗീതങ്ങളും സ്തുതികളും ഒക്കെ പാടിക്കൊണ്ട് ഭദ്രകാളിക്ക് ജയ് വിളിച്ചുകൊണ്ട് അവര് കടന്നു വരുന്നു. ഈ പുരുഷ പശുവിനെ അല്ലെങ്കിൽ ഭരതനെ ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി. ഈ ഭരതന്റെ ചുടു രക്തം കൊണ്ട് ഭദ്രകാളിക്ക് തർപ്പണം എന്ന് ഉദ്ദേശിച്ച ആ ധനിക പ്രമാണി, അവന്റെ കൂടെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകള് അവരൊക്കെ നോക്കി നിൽക്കെ ആ പൂജാരി ഇരുതലമൂർച്ചയുള്ള വാള് എടുത്തുകൊണ്ട് അട്ടഹസിച്ചും കൊണ്ട് ആ കലിബാധിച്ചവനെ പോലെ, വെളിച്ചപ്പാടിന് കലിബാധിച്ചതുപോലെ ഒരു വരവ് വന്നു എന്നാണ്. എന്നിട്ട് ഈ നിർവൈരനും സർവഭൂത സുഹൃത്തുമായിരിക്കുന്ന ആ ഭരതനെ വെട്ടിക്കൊല്ലാൻ പുറപ്പെടുമ്പോഴാണ് അവിടെ ദേവിക്ക് സഹിക്കാൻ സാധിച്ചില്ല. നിഷ്കളങ്ക ഭക്തിയുടെ ഉദാത്തമായ ഉദാഹരണമായിരിക്കുന്ന തന്റെ ഭക്തനെ ഇങ്ങനെ തന്റെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലാൻ പുറപ്പെടുന്നു എന്ന് കണ്ട് അമ്മത അട്ടഹാസം മുഴക്കിക്കൊണ്ട് പൊന്നിൻ ചിലമ്പ് കിലുക്കിക്കൊണ്ട് അവിടെ വന്ന് ആ വാള് വലിച്ചു വാങ്ങി ആ പൂജാരിയുടെ മാത്രമല്ല സകല ദുഷ്ടന്മാരുടെയും കഴുത്തു മുറിച്ച് ആ തലകളെ കൊണ്ട് അമാനമാടി ആനന്ദ നൃത്തം ചെയ്തു. കന്തുകലയിലയാടി പന്തു കളിച്ചു അമ്മ എന്ന് പറയുന്ന ഭദ്രകാളി പ്രാദുർഭാവം എന്നുള്ള രംഗമാണ് നമ്മൾ ഇനി പാരായണം ചെയ്യുന്നത്. എല്ലാവരും ആ അമ്മയുടെ അവതാരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം മലീമസമായിട്ടുള്ള ചിന്തകൾ ഇല്ലാതെയായി ഭരതഭക്തിയുടെ ഉദാത്തമായ ഭാവങ്ങൾ ഭദ്രകാളി പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം പാരായണം ചെയ്യും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സർവത്ര ദേവീ നാമ സങ്കീർത്തനം, മഹാകാളി നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, മഹാകാളി നമഃ. ഇതി തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിത്ത മനസാം ഭഗവത്കലാവീരകുലം കദർദ്ധേ കൃത്യോൽപഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണ കർമാദിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മഋഷിസുതസ്യ നിർവൈരസ്യ സർവഭൂത സുഹൃദ സൂനായാമപ്യനുമതമാധവ ഹരേ സൂനായാമപ്യനുമതമാലംബനം തതുവലഭ്യ ബ്രഹ്മതേജസാദി ദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസോച്ചജാന സൈവ ദേവി ഭദ്രകാളി സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാകാളി നമഃ.
काली काली महाकाली भद्रकाली पाहि 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 काली काली महाकाली भद्रकाली पाहि काली काली महाकाली भद्रकाली पाहि भद्रकाली पाहि भद्रकाली पाहि भृशममर्षरोषावेशरभस विलसित भृकुटि विटप कुटिल दंष्ट्रारुणेक्षणालोपादि भयानकवदना हन्तुकामे वेदं महाट्टहासमपि संरम्भेण विमुञ्चन्ति तत उत्पत्य पापीयसां दुष्टानां तेनैवासिना विविघ्नशीर्ष्णां गणास्रवन्तमसृजासवम् अत्युष्णं सहगणेन निपीयादिपानमदविह्वलोच्चैस्तरां स्वपार्श्वदैः सहजगौ ननर्त च विजहार च शिरकन्दुकलीलया एवमेव खलु महदभिचारादिक्रम काष्ठेनात्मने फलति न वा एतल्विष्णुदत्ता महदद्भुतं यत सम्भ्रम स्वशिरच्छेदनापतितेऽपि विमुक्तदेहाद्यात्मभाव सुदृढहृदे ग्रन्थीनां सर्वसत्त्वसुहृदात्मनां निर्वैराणां साक्षात् भगवतादिविशारिवरायुधेन प्रमत्तेन तैस्तैर्भावै परिरक्ष्यमाणानां तत्पादमूलमकुतश्चिल्भयमुपसृतानां भागवत परमहंसानां श्रीहरे नमः। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पंचमस्कन्धे जडभरतचरिते नवमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द सदा सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द കാവലായിരുന്നൊരു ഭക്തനാം ഭരതൻ കാമനകൾ നമിച്ചൊരു ജ്ഞാനിയാം ഭരതൻ കാവലായിരുന്നൊരു ഭക്തനാം ഭരതൻ കാമനകൾ നശിച്ചൊരു ജ്ഞാനിയാം ഭരതൻ കാളിമാതാ തന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി കാമപൂർത്തിക്കായി ദുഷ്ടൻ വാടുയർത്തി നിന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കുങ്കുമപ്പൂ നിറമുള്ള പട്ടുടുത്തു നിന്നു പങ്കമെല്ലാം നശിച്ചോര ഭക്തനാം ഭരതൻ രക്തചന്ദനത്താൽ നെറ്റി സന്ധ്യ പോൽ തിളങ്ങി രക്തദാഹികളാം ദുഷ്ടൻ വാളുയർത്തി നിന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി എന്തിനും ഭഗവാൻ തന്റെ ദിവ്യരൂപം കണ്ട് എത്രയും പ്രശാന്തനായി വിപ്രനാം ഭരതൻ എത്രയും വേഗത്തിൽ ബലി ചെയ്യുവാനുറച്ച എണ്ണമില്ലാമുട്ടജനം വാളുയർത്തി നിന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി പൂജ ചെയ്യും
നീയല്ലാതെ ആരുമില്ല ഭദ്രേ പാലരാത്തി തുമ്പിടുന്ന മാതൃരൂപേ പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി ചിരമിന്നാലും പെട്ടുന്നു ധരിച്ചനേരം കൊല്ലുവാനുയർന്നമായി കാളിയോ പിടിച്ചു കാതുകൊണ്ടു മട്ടഭാഗം ഭോഗമോടിറച്ചു കാളി മഹാകാളി ദേവി കോപലേറി നിന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി ദുഷ്ടജന ശിരസ്സുകൾ വെട്ടിമാറ്റി കാളി ദുഷ്ടജന രക്തം മഹാകാളി പാനം ചെയ്തു ആദരകളെഴുത്തമ്മ വന്നു കളിച്ചല്ലോ ആ നിമിഷം കൊടുക്കിൽ പ്രശാന്തനായി നിന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി പാഹി മംഗളത്തെ നൽകുമമ്മ ഭദ്രകാളി പാഹി അവന്റെ ഹൃദയത്തിലും പിന്നീടനെ കാളി ബാലകർമ്മീയല്ലാതെ ആരുമില്ല അമ്മേ ബാലകത്തി കുമ്പിടുത്തി മാതൃരൂപേ പാഹി കാളി കാളി മഹാകാളി ഭദ്രകാളി 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 പാഹി 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാകാളി നമഃ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമ പാർവതീ പതയേ ഹര ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാകാളി നമഃ വെട്ടാനായി വാളുയർന്നു ഭരതൻ അവിടെ ഭക്തിയോടെ ഇരുന്നു പെട്ടെന്നാ വിഗ്രഹത്തിൽ കനിവുകിനിയുമാ മാതൃഭാവം നിറഞ്ഞു കേട്ടു അന്നേരമമ്പോ ഝടിതിയിൽ അവിടെ സിംഹതുല്യം നിനാദം കാട്ടുന്നു രക്ഷിഭാവം ഭഗവതി അവിടെ കാളിയായി മിന്നിടുന്നു കാട്ടുന്നു രക്ഷിഭാവം ഭഗവതി അവിടെ കാളിയായി മിന്നിടുന്നു ഭക്തരക്ഷയ്ക്കായി കോപാവേശിതയായി ആ ഭരതന്റെ മുമ്പിൽ അവതരിച്ച ഭദ്രകാളിയുടെ പാതാരബിന്ദങ്ങളിൽ നമുക്കും ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കാം.